വൈഫ് ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കൂടെ പോയി എന്നുള്ളത്. പക്ഷെ പറയുന്നുണ്ട് വൈഫ് പോയതിലല്ല, ഏറ്റവും അടുത്ത സുഹൃത്ത് ചതിച്ചതിലാണ് എന്ന്. അപ്പോൾ അവിടെ ക്ഷമിക്കാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് പ്രശ്നങ്ങളാവാൻ തുടങ്ങി. കാരണം എന്റെ പല സ്വഭാവങ്ങളും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവൾക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ അവൾക്ക് ജോലിക്ക് പോകണമെന്നായി, അവൾക്ക് വീട്ടിൽ നിൽക്കേണ്ടെന്നായി. അപ്പൊ പിന്നെ എന്നോട് കള്ളങ്ങൾ മാത്രമേ പറയാൻ തുടങ്ങുള്ളൂ. ഇവൾക്ക് ഇവിടെ കുറച്ച് കൂട്ടുകാർ, കുറച്ച് ഫ്രണ്ട്സ്. സ്വന്തം ഭാര്യ ഒളിച്ചോടിപ്പോയ പോട്ട് പുല്ല്, അവളെ പോയി തൊലയിട്ട് എന്തേലും ചെയ്യട്ടെന്ന് വീണ്ടും സഹിക്കും. പക്ഷെ സ്വന്തം ഭാര്യ സ്വന്തം ആത്മാർത്ഥ സുഹൃത്തിനോടൊപ്പം ഓടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യന്മാർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒരു പയ്യന്മാർക്ക് അവിടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന്റെ വാല്യൂ അടക്കമാണ് അവിടെ തൊലഞ്ഞ് തരിപ്പണമാകുന്നത്. ഓക്കെ, അത് നല്ലൊരു കാര്യവുമല്ല. ഇനിയിപ്പോ ഈ പെണ്ണ് എന്ത് ന്യായീകരണം ന്യായീകരിച്ചു കഴിഞ്ഞാലും, ഈ പറയുന്ന വിജയുടെ വൈഫ് എന്തൊക്കെ രീതിയിൽ വന്ന് ന്യായീകരിച്ചു കഴിഞ്ഞാലും, വിജയുടെ സുഹൃത്തിനോടൊപ്പം ഒളിച്ചോടിയത് തന്തയില്ലായ്മ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം നിന്റെ സൈഡിൽ ചിലപ്പോൾ വിജയ് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, എന്ത് തേങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ്റെ സുഹൃത്തിനോടൊപ്പം ഒളിച്ചോടിയ നീ മറ്റേ അടുത്ത പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. വിജയുടെ വൈഫിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കണം കേട്ടോ. അതുപോലെ നീ എത്രയൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞതുപോലെ നീ ഒളിച്ചോടിയത് അവൻ്റെ സുഹൃത്തിനോടൊപ്പമാണ്. അതിൽ പരം ചെറ്റത്തനം ഇനി വേറെ നീ ചെയ്യാനില്ല. അപ്പം ആരാണ് വിജയ്? ഒരു ഹാൻഡിക്യാപ്പായിട്ടുള്ള ഒരു പയ്യനാണ്. ജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്ത് അവസാനം ജീവിതത്തിലോട്ട് എങ്ങനെയൊക്കെ പിടിച്ചു കയറി ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോൾ ആ സ്വന്തം ഭാര്യയായിട്ടുള്ള പെണ്ണ് വരെ മൂഞ്ചിച്ചിട്ട് പോയൊരവസ്ഥയാണ്. ഓക്കെ, വിജയ് ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറാണ്. അതുപോലെ തന്നെ വിജയ് നമ്മുടെ വയനാട് ഒരു വെറ്റിനറി കോളേജില്ലേ, സിദ്ധാർത്ഥ് ഇഷ്യൂ വന്ന കോളേജ്, ആ കോളേജിലാണ് പഠിച്ചത്. ആ കോളേജിൽ പഠിച്ച സമയത്ത് അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വിജയുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ അത്ര നല്ല സുഖമുള്ള കുട്ടിക്കാലമൊന്നും അല്ല. അച്ഛനും അമ്മയും ഡെയിലി വഴക്ക് കാര്യങ്ങൾ, അങ്ങനെ അവർ രണ്ടുപേരും വേർപിരിഞ്ഞപ്പോൾ വിജയ് സഹോദരിയും അച്ഛൻ്റെ കൂടെയായിരുന്നു. എന്നാൽ അതിനുശേഷം കുറെ കാലം കഴിഞ്ഞ് അച്ഛൻ വേറെ പെണ്ണ് കെട്ടിയപ്പോൾ ആ പെണ്ണിനെ അമ്മയെന്ന് വിളിക്കണം, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, അങ്ങനെ കുറെ ഇഷ്യൂസ് വന്ന് പിന്നെ ഇവര് അനാഥാലയത്തിലോട്ട് മാറി. അനാഥാലയത്തിൽ പോയിട്ട് അവിടെയും അത്ര ഫെയർ ഒന്നുമില്ല. പ്രത്യേകിച്ച് അനാഥാലയത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ എല്ലാവരെയും ഭയങ്കരമായിട്ട് എടുത്തു വെച്ച് നോക്കി ഭയങ്കര കെയർ കൊടുത്തൊന്നുമല്ല മിക്ക അനാഥാലയങ്ങളും നടക്കുന്നത്. നമ്മൾ കുറേയൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് ഇടയ്ക്ക് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്ത സമയത്ത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അനാഥാലയത്തിലാണ് വളർന്നത്. അപ്പോൾ അവളുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവിടെ എന്തോ മോഷണം പോയ സമയത്ത് ഒരു ഡ്രസ്സും ഇടാണ്ട് നിന്ന് പ്രൈവറ്റ് പാർട്സ് അടക്കം ചെക്ക് ചെയ്ത ഒരു ചരിത്രമൊക്കെ ഉണ്ട്. എന്നിട്ട് ഫോണും കണ്ടാണ് മോഷണം പോയത്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ അത്രയും ക്രൂരതകൾ ഈ അനാഥാലയങ്ങളിലും അനുഭവിക്കാറുണ്ട്. അത്ര നല്ലൊരു സുഖകരമായിട്ടുള്ള ജീവിതമൊന്നും അല്ല അനാഥാലയങ്ങളിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വിജയ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം. വിജയുടെ മറ്റൊരു കാര്യമാണ് ശ്രദ്ധിച്ചത്. എന്നെ പേഴ്സണലി ഹോണ്ട് ചെയ്തൊരു കാര്യം അത് തന്നെയാണ്. വൈഫ് ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കൂടെ പോയി എന്നുള്ളത്. പക്ഷെ പറയുന്നുണ്ട് വൈഫ് പോയതിലല്ല, ഏറ്റവും അടുത്ത സുഹൃത്ത് ചതിച്ചതിലാണ് എന്ന്. അപ്പോൾ അവിടെ ക്ഷമിക്കാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് താങ്കൾ ആ വാചകം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പം കൊച്ചു വലിയധികം പ്രായമില്ല, ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് നോക്കിയത്. പിന്നീട് ഞാൻ നോക്കിയപ്പോഴാണ് അറിയുന്നത് ആംബുലൻസ് ഡ്രൈവർ ആണെന്ന്. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ആദ്യമായിട്ടുള്ള ഹാൻഡിക്യാപ്ഡ് ആംബുലൻസ് ഡ്രൈവറാണ് താങ്കൾ. അപ്പൊ ലൈഫ് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് വിജയ് ജീവിതത്തിൽ ഈ ഒരു കുഞ്ഞുകാലം, എപ്പോഴോ ഡോക്ടറിന് പഠിക്കാൻ പോയി, മൃഗ ഡോക്ടർ ആവാൻ പഠിക്കാൻ പോയി, അത് പഠിത്തം നിർത്തിയെന്ന് കണ്ടിരുന്നു. എന്താണ് ഈ ലൈഫിൽ ഒരു 20-25 വയസ്സിനുള്ളിൽ സംഭവിച്ചത്? എന്നെ സംബന്ധിച്ച് ആകെ ഒരു ജീവിതമുള്ളൂ. അപ്പം പണ്ടപ്പോഴും ഒരു കോട്ട് കേട്ടാണെങ്കിൽ ചില ആൾക്കാർ വരുന്നത് ചിലത് പഠിപ്പിക്കാനാണ്. ചിലർ നല്ല ഓർമ്മകൾ തരും, ചിലർ ബാഡായിട്ടുള്ള ഓർമ്മകൾ തരും. ഞാൻ പറഞ്ഞ ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. എന്തും ലൈഫിൽ എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് ചാടിക്കറി തീരുമാനം എടുക്കാതെ നമുക്ക് ആലോചിച്ച് തീരുമാനം എടുത്താൽ എല്ലാം ശരിയാവാന്നേ ഉള്ളൂ. നമ്മൾ ഇന്നത് പറയാൻ തന്നെ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഇൻസ്റ്റയിൽ ഞാൻ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭാര്യനെ അവിഹിതം കണ്ടുപിടിച്ചു, അതിനുശേഷം ഭാര്യനെ കൊന്നു, ഒരു കുഞ്ഞുണ്ട് എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ വരെ കണ്ടു. അപ്പോഴാണ് നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇഷ്ടങ്ങളും ഒളിച്ചോട്ടങ്ങളും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പലരും അതിന് വൈകാരികമായിട്ടും അതായത് പറഞ്ഞില്ലേ കൊലപാതകം പോലുള്ളതിലേക്ക് എത്തുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രായത്തിൽ നമുക്ക് അത്രയും ജീവിത അനുഭവം ഉണ്ടാവണം ഒരാളോട് ക്ഷമിക്കാനുള്ളത്. അപ്പൊ എങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ ഒരു ചെറുപ്പകാലങ്ങൾ? ചെറുപ്പകാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ
ഓർമ്മ വെച്ച കാലത്ത് ഞാൻ കാണുന്നത് എൻ്റെ അമ്മേനെ എൻ്റെ അച്ഛനടുത്ത് അടിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇന്നും ഒരു സ്ട്രൈക്കിംഗ് പോലെ ഓർമ്മയുണ്ട്, എൻ്റെ അമ്മേനെ അച്ഛൻ ചവിട്ടി ഉരുട്ടുന്നത് റൂമിൽ കൂടെ. അപ്പോൾ അതൊരു വലിയ ട്രോമയാണ്. അപ്പം അപ്പൻ്റെ അടുത്ത് നിന്ന് ഈ സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നുള്ളത് അമ്മയായിരുന്നു. അപ്പോൾ ഈ അപ്പൻ്റെ ഈ ഒരു ടോർച്ചറിങ് കാരണവും ഈ ലൈഫിലൊരു ഹാപ്പിനെസ് ഇല്ലാത്തത് കൊണ്ടും അമ്മയ്ക്കും നമ്മളോട് ആ ഒരു സ്നേഹം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് എൻ്റെ അമ്മ വാരി തന്ന പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചൈൽഡ്ഹുഡാണ് എൻ്റെ. അപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഓരോ പ്രായത്തിൽ ഓരോ കുട്ടികൾക്ക് കിട്ടേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ കെയർ ആയാലും അതുപോലെ സ്നേഹമായാലും പിന്നെ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളായാലും ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോഴും പല കളിപ്പാട്ടക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയിട്ട് റിമോട്ടിൻ്റെ JCB എടുക്കും. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അന്ന് ഒരു റിമോട്ടിൻ്റെ JCB വേണം. കാരണം നമുക്ക് ചെറുപ്പത്തിൽ ആ ഒരു സാധനം കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ അമ്മയ്ക്ക് അന്നത് അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഒരു 4ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു കുറേ നാൾ. അപ്പോൾ സ്റ്റഡീസൊക്കെ എനിക്ക് അങ്ങനെ പല രീതിയിലും പോകും. ഓക്കെ, അങ്ങനെ വിജയുടെ കുട്ടിക്കാലം ആകെ മൊത്തം ശോകമായിരുന്നു. ലൈഫിൽ മൊത്തം ട്രോമ മാത്രമായിരുന്നു. കുട്ടിക്കാലം എന്ന് പറഞ്ഞ് നല്ല ഓർമ്മകളൊന്നും തന്നെ ഇല്ല. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലം എടുക്കുമ്പോഴും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ കുട്ടിക്കാലം ഓക്കെ ആവും, അല്ലെങ്കിൽ എല്ലാവരുടെ കുട്ടിക്കാലവും മോശമാണെന്നൊന്നുമല്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളെ സ്കൂളിൽ ഇങ്ങനെയൊക്കെ തെണ്ടി തിരിഞ്ഞ് പോയി നടന്ന് പഠിച്ചു, ഇതുവരെയൊക്കെ എത്തി, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഒന്നും കുട്ടിക്കാലത്തിൽ അങ്ങനെ വീട്ടിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരുടെ വീടുകളിലും അങ്ങനെയല്ല. ഓരോരുത്തരുടെയൊക്കെ കുട്ടിക്കാലങ്ങൾ വെറും ശോകങ്ങളായിരുന്നു. അതുപോലെ തന്നെയാണ് വിജയുടെ കുട്ടിക്കാലം. അച്ഛനും അമ്മയുടെയും അടിയും വഴക്കും, അതിനുശേഷമുള്ള അവരുടെ ഡിവോഴ്സ്, പിന്നെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു ഈ പറയുന്ന വിജയും സഹോദരിയൊക്കെ. അതിനുശേഷം അവിടെ പ്രശ്നങ്ങൾ, പിന്നെ അങ്ങനെയാണ് അനാഥാലയത്തിലോട്ട് മാറുന്നത്. എന്തായാലും അച്ഛൻ 2ാം കല്യാണം കഴിച്ചു. അതിനെ തുടർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിജയ് പറയുന്നുണ്ട്, കേട്ടു നോക്കാം. കാലിന് പ്രശ്നമുണ്ട്. അതെ, ചെറുതിലെ തന്നെ കാലിന് പ്രശ്നം വന്നതാണ്. അപ്പോൾ അപ്പൻ ഒട്ടും, ഞാൻ പറഞ്ഞല്ലോ, ജന്മം കൊണ്ട് ആരും, അപ്പോൾ ജനിപ്പിച്ചത് കൊണ്ട് ആരും ഒരു അച്ഛനാവില്ല. കർമ്മം കൊണ്ട് വേണം അച്ഛനാവാൻ. പക്ഷേ പുള്ളിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ല, അങ്ങനെ വേണം പറയാൻ. കാരണം ഭയങ്കര ഉദ്രവായിരുന്നു. പിന്നെ സ്നേഹമില്ലെന്നല്ല, പുള്ളിക്ക് സ്നേഹമുണ്ട്. പക്ഷെ അച്ഛൻ്റെ കൂടെ പോകേണ്ടി വന്നത് നമ്മളറിയില്ല. ഇപ്പം കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഡിവോഴ്സിൻ്റെ ഒരു സംഭവത്തിൽ എത്തിക്കഴിഞ്ഞാൽ മക്കളെ മാനിപ്പുലേറ്റ് ചെയ്യും പല അച്ഛന്മാരും. എന്നിട്ട് അമ്മ മോശമെന്ന് പറയുക, അമ്മയ്ക്ക് വേറെ ബന്ധങ്ങളുണ്ടെന്ന് പറയുക, എന്നിട്ട് മക്കളെ അച്ഛൻ്റെ കൂടെ തന്നെ നിർത്തും. പക്ഷെ പോകെ അച്ഛന് ഒരിക്കലും, ഇപ്പോൾ ഇവർ പെൺകുഞ്ഞുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ ഒരിക്കലും എല്ലാ അച്ഛന്മാർക്കും ചിലപ്പോൾ നോക്കാൻ പറ്റി നിൽക്കില്ല. അപ്പോൾ പോകെ പുള്ളിയുടെ പ്രശ്നം വെള്ളോടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മദ്യപാനവും വേണ്ടാത്തൊരു കൂട്ടുകെട്ടുമാണ് പുള്ളിനെ ഈ ഒരു കുടുംബം തന്നെ തരാൻ കാരണം. അപ്പം അന്ന് അനാഥമായി പോയത് ഞാനും എൻ്റെ അനീത്തിയാണ്. ഇപ്പം അനീത്തി കുവൈറ്റിലെ നിയോണേറ്റിലെ നേഴ്സാണ്. അപ്പം ഞാനിപ്പം വെറ്റിനറി പഠിക്കാൻ പോയിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തിപ്പോൾ ആംബുലൻസ് ഡ്രൈവർ അടിക്കുന്നു. ഇത്രയൊക്കെ ട്രോമ. ഓക്കെ, ഈ വെറ്റിനറി കോളേജിൽ ഡോക്ടറായിട്ട് പഠിക്കാൻ പോയതാണ് ഈ പറയുന്ന വിജയ്. അത് നീട്ടിൽ എഴുതി കിട്ടി അങ്ങനെ പോയതാണ്. എന്നിട്ട് അവിടുത്തെ കുറേ വിഷയങ്ങൾ കാരണം ഹോസ്റ്റലിലെ പൈസ കൊടുക്കാൻ, ഫുഡിൻ്റെ പൈസ കൊടുക്കാൻ പറ്റാത്ത ഗതികേട്, അങ്ങനെ കുറേ ഇഷ്യൂസ് വിജയ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ അവിടെ നിന്ന് വിട്ടു. പ്രത്യേകിച്ച് കോളേജിൽ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ വിജയ് പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ കേട്ടോക്കാം. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ നല്ലൊരു മൊമെന്റ് എടുത്തു പറയാനായിട്ട് വിജയ്ക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തിന്, കുട്ടിക്കാലം മൊത്തം തകർന്നു. അടുത്ത് കല്യാണം കഴിച്ച് ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യപ്പം അതും തീർന്നു. അതും അവൾ തേച്ചിട്ട് സ്വന്തം സുഹൃത്തിനോട് പോയി. ഓർമ്മിച്ച് വെക്കാനായിട്ട് നല്ല ഒരു ഓർമ്മയും തൻ്റെ ലൈഫിൽ ഇല്ല എന്ന് തന്നെയാണ് വിജയുടെ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വിജയുടെ വൈഫായിരുന്ന ആ വ്യക്തി വന്നിട്ട് എക്സ്പ്ലനേഷൻ നൽകിയാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തൊക്കെയാണ് വിജയ് എത്ര മോശമാണെന്ന് എത്ര കുറ്റം പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവൻ്റെ സുഹൃത്തിനോടൊപ്പം നീ പോയി. അതിനേക്കാളും വലിയൊരു അടി അല്ലെങ്കിൽ അവന് കൊടുക്കാൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. അത്രയും മോശമായ ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ഓക്കെ, ഇതിൽ ബാക്കി കേട്ടോ. വെറ്ററിനറി കോളേജിലാണ് പഠിച്ചത്, പൂക്കോട്. അപ്പോൾ എനിക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സൊസൈറ്റിയായിട്ടൊന്നും അത്ര മിങ്കിളല്ല. കാരണം നമ്മൾ ഒരിടത്ത് മാത്രം കിടന്ന് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒരുപാടുണ്ട്. എന്നാൽ ആ ഒരു കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒറ്റപ്പെടുത്തും. അവരുടെ ഒരു രീതിയാണത്, അതൊരു സിസ്റ്റമാണ്. അതിനകത്തോട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് പോലെ അനുസരിക്കണം. വയനാട് വെറ്റിനറി കോളേജിലാണ് ഈ അടുത്തിടെ സിദ്ധാർത്ഥ എൻ്റെ ജൂനിയറാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ജൂനിയറായിരുന്നു. അതെ, എൻ്റെ ജൂനിയറാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടുത്തെ ഡീനെതിരെ ഞാനൊരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡീൻ എന്നോട് പറഞ്ഞത് കാലി കത്തവനെ പോലെ ഇരുന്നാൽ മതി എന്നാണ്. അപ്പോൾ ഒരാളുടെ ഡിസേബിലിറ്റി, ഞാൻ ഡിസേബിൾഡ് ആണെന്ന് ഇന്നേ വരെ എനിക്കൊരു തോന്നലുണ്ടായിട്ടില്ല. കാരണം ഞാൻ എല്ലാം ചെയ്യും. ഒരു കാലൊക്കുന്നവൻ എന്തൊക്കെ ചെയ്യുമോ അതിനപ്പുറം നമ്മൾ ചെയ്യും. അപ്പോൾ പെട്ടെന്നൊരു ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് നീ കാലുകത്തവനെ പോലെ ഇരുന്നാൽ മതി
എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അന്നൊരു മീഡിയയിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ജൂനിയേഴ്സിനോടൊക്കെ എന്നോട് മിണ്ടരുത്, ഞാൻ എന്തോ വലിയ ഗുണ്ടയാണ് മറ്റേതാണ്. അപ്പൊ എന്നോട് ആലോചിച്ച് നോക്കി, അവിടുത്തെ ഒരു മെൻസ് ഹോസ്റ്റലിലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു റൂമിൽ ഞാനൊരു വർഷത്തോളം ഞാൻ ഒറ്റയ്ക്ക് ആരോടും മിണ്ടാനും പറ്റാതെ ആ ഒരു ഡിപ്രഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഒരു 3 തവണയെങ്കിലും അവിടെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ സിദ്ധാർത്ഥന്റെ ഇഷ്യൂവിന് ശേഷമാണ് അല്ല, അതിന് മുന്നേ സിദ്ധാർത്ഥന്റെ ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി. കാരണം എനിക്ക് എന്റെ എക്സ്ട്രീം ആയി. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റമാണ് ശരിക്കും ഡ്രോപ്പ് ഔട്ട് ആക്കി. അതെ, സിസ്റ്റമാണ് ഡ്രോപ്പ് ഔട്ട് ആക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആരും ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ. കാരണം എന്നെ കുറിച്ച് അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാം. ഇതുവരെ എന്റെ അമ്മയുടെ പേര് പോലും അറിയാത്ത, അല്ലെങ്കിൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാത്ത ആളോട് പോയിട്ട് നിങ്ങളിപ്പോൾ എന്റെ കാര്യം ചോദിച്ചാൽ എന്തറിയാം? മേ ബി അയാൾക്ക് എന്നോടുള്ള ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ എന്നോട് ശത്രുത കൊണ്ടോ അയാൾ ചില കാര്യങ്ങൾ കൂട്ടി പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യും. അങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അവിടുന്ന്. സത്യം പറഞ്ഞാൽ മെസ്സിൽ പൈസ കൊടുക്കാനില്ലാഞ്ഞിട്ടൊരു 12,000 ബില്ലായിരുന്നു. അന്ന് കാശ് കൊടുക്കാനില്ലാതെ രണ്ടാമത് ഞാൻ അവിടെ കഴിക്കാൻ ചെന്നപ്പം എനിക്കിന്നും ഓർമ്മയുണ്ട്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ, ഞാൻ പറയുന്നില്ല. കാരണം ആളിപ്പോൾ ഡോക്ടറാണ്. എനിക്കാരെ ദ്രോഹിക്കണമെന്നൊരു താല്പര്യമില്ല, അവരുടെ ജീവിതം ജീവിക്കട്ടെ. പക്ഷെ അന്ന് ഞാൻ അവിടെ കഴിക്കാനും പറ്റുന്നു. പറഞ്ഞ് വിജയ് പൈസയുടെ കാര്യം എന്താ? ഞാൻ പറഞ്ഞു എടാ പൈസ ആയിട്ടില്ല, അമ്മ തരാം, അന്നാ നീ കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് ആ പ്ലേറ്റും ആ ദോശയും എനിക്കിന്ന് ഓർമ്മയുണ്ട്. ദോശയും ചമ്മന്തി അവിടെ വെച്ചിട്ട് അന്ന് ആ മെസ്സിൽ ഞാൻ ഇറങ്ങിയതാണ്. പിന്നെ അവിടുന്ന് പോകുന്നവരെ ഞാൻ അവിടെ ഫുഡ് കഴിച്ചിട്ടില്ല മെസ്സിൽ നിന്ന്. ഓക്കെ, ഒരു നേരത്തെ ആഹാരം വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പിന്നെ അവരെ കുറ്റം പറയാനും പറ്റത്തില്ല ഈ മെസ്സുകാരെ. വേറെ ഒന്നുമില്ല, അവര് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ 10-12,000 രൂപയോളം കൊടുക്കാനുണ്ട്. അത് കൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് എനിക്ക് വലിയ യോജിപ്പുള്ള ഒരു കാര്യമല്ല. എന്തിനാണ് അവര് കാശിന് വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്, നടത്തി പോകുന്നത്. ഈ ആഹാരം ഉണ്ടാക്കുന്ന സാധനങ്ങളടക്കം എല്ലാവരെയും നിന്നും പൈസ വാങ്ങുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് സാവകാശം കൊടുക്കാമായിരുന്നു. ആ വന്നിരുന്ന സമയത്ത് ആഹാരമല്ലേ കൊടുത്തു വിടാമായിരുന്നു, ഒഴിവാക്കി വിടണ്ടായിരുന്നു. അതിനുശേഷം പേഴ്സണലി ഒന്ന് പറയണ്ടേ, ഇനി അങ്ങനെ വേണമെങ്കിൽ പറയാമായിരുന്നു. പിന്നെ ഈ പറയുന്നത് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. ഓക്കെ, അതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. പിന്നെ അനുഭവിക്കേണ്ട കുറെ അനുഭവിച്ചിട്ടുണ്ട് വിജയ്. അതിന്റെ റീസൺ തന്നെ പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട് 1 വർഷത്തോളം റൂമിലായിരുന്നു, വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്നു. ഉറപ്പായിട്ടും ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരു സ്കൂളിലോ കോളേജിലോ നമ്മൾക്ക് ആർക്കും സഫർ ചെയ്യാനോ പഠിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. മാനസികമായിട്ട് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവസാനം ജീവിതത്തിൽ ആഗ്രഹിച്ചു പോയ ഒരു വെറ്റിനറി ഡോക്ടർ എന്നൊരു ഫീൽഡ് പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. അതും നീറ്റിൽ എക്സാം എഴുതി കയറിയതാണ്, എന്നിട്ട് അതുപോലെ ഉപേക്ഷിക്കേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യം, സിസ്റ്റം, ആൾക്കാർ വിജയ് എങ്ങനെയാണ് കാണുന്നത്, കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരവും കൂടിയാണ്. അപ്പോൾ ഒരാൾക്ക് ഈ പറയുന്ന പോലെ സ്പെഷ്യലി ഏബിൾഡ് ആയിരുന്നു കഴിഞ്ഞാൽ അയാളെ സമൂഹം മാറ്റി നിർത്തുകയും അയാളെ വകവയ്ക്കാതെയും കൂടെ കൂട്ടിച്ചേർക്കാതെയും കൂട്ടാൻ നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട് തോളി കൈയിടാതെയും വരുമ്പോൾ അയാൾ ഈ പറയുന്ന സമൂഹത്തിൽ നിന്നും കുറേ അങ്ങ് ബാക്ക് വലിഞ്ഞു പോവും. അവസാനം ജീവിതം ഇതുപോലെയൊക്കെ ആയിപ്പോവും. ഇപ്പോൾ ഈ പറയുന്ന വിജയെ അന്ന് കൂടെ ചേർത്ത് നിർത്തിയിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരോ കൂടെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് വിജയ് ഡോക്ടർ ആയേനെ, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലായിപ്പോയേനെ. പക്ഷെ ആരും ചേർത്ത് നിർത്താനില്ലാണ്ടോ ഒറ്റപ്പെട്ടു പോയി, ജീവിതമാകെ ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി. എന്തിന്? കെട്ടിയ പെണ്ണടക്കം മൂഞ്ചിച്ചിട്ട് പോയി, അതും സ്വന്തം സുഹൃത്തിനോട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആരായാലും തകർന്നു പോകും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഓക്കെ, ബാക്കി വിജയ് പറയുന്നേക്കാം. അവളുടെ വീട് പത്തനംതിട്ടയാണ്. അപ്പൊ അവള് നിന്നത് ചിറ്റൂരാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൊട്ടാരക്കര വെച്ചാ. അപ്പൊ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട് കുറെ നേരം സംസാരിച്ച് മിണ്ടി കാര്യങ്ങളൊക്കെ അതൊരു ഫ്രണ്ട്ഷിപ്പ് പോലെയായിരുന്നു. പിന്നെയുള്ള കാര്യങ്ങളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡില്ല, ഒരു മോനുണ്ട്. അപ്പൊ ഈ മോനെ ഇവർ തരുത്തില്ല എന്നൊരു മൈൻഡിലായി. കാരണം ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടത് നല്ലതായിരുന്നു ആളുടെ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആളന്ന് ഭയങ്കര പാവമായിരുന്നു. അപ്പൊ കുറച്ചാള് അപ്പൊ ഞാൻ ഇവളെ കൊണ്ടിട്ടാണ് പിന്നെ ഈ വയനാട് പഠിക്കാൻ വന്ന ടൈമിലാണ് ഈ വയനാടൊക്കെ ആളെ ഞാൻ ജോലിക്ക് നിർത്തിയതൊക്കെ. അപ്പൊ എനിക്ക് പഠിക്കുകയും ചെയ്യാം, ആൾക്ക് ജോലിക്കും പോവാം. അതെ. അപ്പൊ നമുക്ക് ആ ഒരു മൈൻഡ് ആയിരുന്നു എനിക്ക്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ ഈ കോഴ്സ് വിടുന്നതും പിന്നെ നാട്ടിൽ പോകുന്നതും. കറങ്ങിയ തിരിച്ച് നാട്ടിലെത്തുമ്പോഴത്തേക്ക് ആള് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് കല്യാണം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി ആയിട്ടില്ല, പഠിക്കണേ ഉള്ളൂ. പക്ഷെ ഞാൻ ടെർമിനേഷൻ ആയ കാര്യം അറിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ എന്റെ വീട്ടുകാരോട് സംസാരിച്ചു, അവരുടെ വീട്ടുകാർ സംസാരിച്ചു. പക്ഷെ അവരുടെ വീട്ടുകാർക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നു. പെണ്ണിന്റെ എക്സ് വൈഫിന്റെ വീട്ടുകാർക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നു. കാരണം അവള് ചെയ്യണ്ട, കല്യാണം കഴിക്കണ്ട, കഴിച്ചാൽ ശരിയാവത്തില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ നോക്കാം. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 2.5 മാസം ഗ്യാപ്പ് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ ഓൾ ഇന്ത്യ പോയ ടൈമിൽ ആൾക്ക് ഇവിടെ എറണാകുളത്ത് റിലേഷൻ ഉണ്ടാകും. അപ്പോൾ അവർ ഗ്യാപ്പിൽ അത് കൂട്ടുകാരെ വിളിച്ച് പറയണം എൻ്റെ അടുത്ത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് പിന്നെ പ്രശ്നമായി. പിന്നെ ഈ ടൈമിലാണ് ഞാനിത് അറിയുന്ന ടൈമിൽ തന്നെ എനിക്ക് ബാംഗ്ലൂർ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു.
ഈ ഊബർ കാറിന്റെ ഒരു 3 കാറും ഡ്രൈവർ പിള്ളേരും ഒക്കെ ആയിട്ട് ചെറിയൊരു പരിപാടി. അതായിരുന്നു ബിസിനസ് അല്ലേ? അതെ. അപ്പോൾ ആ ടൈമിലാണ് ഈ പുള്ളിക്കാരിയുടെ അപ്പവും മരിക്കണേ. പുള്ളിക്കാരിക്ക് അച്ഛനമ്മയില്ല, ചെറുപ്പത്തിനെ മരിച്ചു പോയതാ. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഫീലിംഗ് എനിക്ക് പുള്ളിക്കാരോടുണ്ട്, മനസ്സിലായില്ല. അതായത് നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി സ്നേഹം കൊണ്ട് കിട്ടാത്ത രണ്ടുപേര് ഒന്നിച്ചാൽ കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫെങ്കിലും ബെറ്റർ ആക്കാം. പക്ഷെ എന്റെ സൈഡ് കൊണ്ട് ഞാൻ ചിന്തിച്ചത്, എന്റെ അമ്മ പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചായിരുന്നേ. അപ്പോൾ ഓളെങ്ങനെ അനുഭവിക്കരുത്, നല്ലൊരു ജീവിതം കിട്ടണമെന്നായിരുന്നു. പക്ഷെ എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, എന്നും ഓള് എൻ്റെ കൂടെ കാണും, അല്ല എൻ്റെ ഒപ്പം നിൽക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തത്. അന്ന് ഞാൻ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി ഇല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കുറച്ച് നീട്ടി വെക്കാം, ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് പോരെ. ഇല്ല, അത് എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയി, അലമ്പൊക്കെ ആയി, ആ സീനായിട്ടാണ് ലാസ്റ്റ് ഞാൻ സഖി കെട്ടിട്ട് ഞാൻ പറഞ്ഞു, ശരി എന്നാൽ എന്തെങ്കിലും ആവട്ടെ, കെട്ടാന്ന് പറഞ്ഞു. ആളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കുമല്ലോ. ശരി, ഓക്കെ, ആളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്നും ആളെ മുൻകൈ എടുത്തിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചു, എല്ലാം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോയി. പിന്നെ എന്താണ് റീസൺ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്ത് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ പറയുന്ന വിജയുടെ സുഹൃത്തിനോടൊപ്പം ആ പെൺകുട്ടി ഒളിച്ചോടിയത് ലോകതന്തയില്ലായ്മ തന്നെയാണ്. അതൊരിക്കലും നല്ലൊരു ഓർമ്മയായിരിക്കത്തില്ല. സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അവിടെ തൊലഞ്ഞ്. അതായത് സ്വന്തം കൂട്ടുകാരൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയ തന്തയില്ലാത്തവനാണ് അവൻ. അതുപോലെ സ്വന്തം ഭർത്താവിൻ്റെ കൂട്ടുകാരനോടൊപ്പം ഒളിച്ചോടിയ ഭാര്യ, രണ്ടും തന്തയില്ലാത്ത പരിപാടിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെയധികം മോശമായിട്ടുള്ള പ്രവൃത്തി, ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ അടക്കം കളഞ്ഞ ഒരു വിഷയമാണ് ഈ പറയുന്ന വിജയുടെ ലൈഫിലുണ്ടായിട്ടുള്ള. സ്വന്തം സുഹൃത്ത് സ്വന്തം ഭാര്യ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നമുക്കും സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ പെണ്ണ് നമ്മുടെ പെങ്ങളെ പോലെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ആ ഒരു ലെവലിൽ നമ്മൾ കാണത്തുള്ളൂ. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കാണുന്ന, അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളെ പോലും മുൾമുനയിൽ അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന രീതിയിലാണ് ഈ പറയുന്ന വിജയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. ഓക്കെ, ഇപ്പോൾ എല്ലാ സുഹൃത്തുക്കളെ വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല, പക്ഷെ നമുക്ക് അത്രയും വിശ്വാസമുള്ള കുറച്ച് വിരലെണ്ണാവുന്ന സുഹൃത്തുക്കൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും. അങ്ങനെ ചിലപ്പോൾ കൂടെ ചേർത്ത് നിർത്തി ഒരുത്തൻ തന്നെ അണ്ണാക്കി അടിച്ച് കൊടുത്തിട്ട് പോയതാണെങ്കിലോ കാര്യം പിടികിട്ടിയ. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബാക്കി പ്രശ്നങ്ങളാവാൻ തുടങ്ങി. കാരണം എന്റെ പല സ്വഭാവങ്ങളും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവൾക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ അവൾക്ക് ജോലിക്ക് പോകണമെന്നായി, അവൾക്ക് വീട്ടിൽ നിൽക്കേണ്ടെന്നായി. അപ്പൊ പിന്നെ എന്നോട് കള്ളങ്ങൾ മാത്രമേ പറയാൻ തുടങ്ങുള്ളൂ. ഇവൾക്ക് ഇവിടെ കുറച്ച് കൂട്ടുകാർ, കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഇപ്പൊ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും. അപ്പൊ ഈ ഗേൾസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഈ ഒരു ടോക്സിക് ഫെമിനിസ്റ്റ് ചിന്താഗതിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് കാല് വയ്യ, കറുത്തിട്ടാണ്. അപ്പൊ അവള് എന്നോട് കുറെ തവണ പറഞ്ഞിട്ടുണ്ട്, നീ കറുത്തിട്ടാണ്, കരിങ്കുരങ്ങാണ്, കരിവണ്ടാണ്. അപ്പോൾ അവളുടെ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, കാലി കത്താനല്ലാതെ വേറെ ആരും കിട്ടിയില്ല. ഇവിടെ എന്നോട് പറഞ്ഞ വീട്ടുകാർ പറഞ്ഞു, കാലി കത്താനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ, പിന്നെ നീ എൻ്റെ ഡ്രൈവറാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സമാധാനമുള്ളതൊരു ജീവിതമായത്. അവിടെ നിന്നാണ് ഞാൻ ഈ കുറച്ചു നാൾ കഴിയുമ്പോഴാണ് ഈ കൂട്ടുകാർ വിളിച്ചിട്ട് എടുത്ത് പറയുന്നത്. കാരണം ഇവള് കുറച്ച് പൈസ കൊടുക്കണ്ടായിരുന്നു, നീ എന്തറിഞ്ഞിട്ടാ തെളിവ് സഹിതം എനിക്ക് അയച്ചു തന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഈ പരിപാടിയെല്ലാം നന്നോട്ട് എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ ഈ അപ്പൂപ്പൻ മരിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ആളെ ഞാൻ വീട്ടിൽ ഇരുത്തി. എന്നിട്ട് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോയിട്ടാണ് ഞാൻ പൈസ അയച്ചു കൊടുത്തോണ്ടിരുന്നത്. ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, കാരണം വേറെ വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പം വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെ കൊടുത്തിരുന്ന് ലാസ്റ്റ് ഇവിടെ ജോലിക്ക് കയറി ടൈമിൽ എനിക്ക് അവിടെ പൊട്ടി, എൻ്റെ ബിസിനസ് പോയി. കാരണം കടവാകുമ്പോൾ തുടങ്ങി, കയ്യിലൊന്നും നിൽക്കാതായി. കാരണം ആഴ്ചയിലൊക്കെ 10,000 രൂപ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവസാനം അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന്, എനിക്കിന്ന് ഓർമ്മയുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ഞാനും സ്റ്റെഫിൻ എന്ന് പറഞ്ഞ പയ്യനുണ്ടായിരുന്നു, ഞാനും അവനും കൂടെ വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൻ ഒരു 1000 രൂപ ആറുന്ന കടം മേടിച്ച് അതുകൊണ്ട് എണ്ണ അടിച്ചിട്ട് പാലക്കാട് വന്നിട്ട് അവിടെ ഇരിക്കുക എന്നൊരു കടയുടെ തന്നെ എന്തൊക്കെയോ ചെയ്ത് കുറേ നേരം ആലോചിച്ചിട്ട് പൈസ കിട്ടാൻ ഇരുന്ന് രാത്രി ആയപ്പോഴാണ് അവന് പൈസ കിട്ടുന്നത്. പിന്നെ അവൻ്റെ വീട്ടിൽ വന്ന് 2 ദിവസം അവൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പോഴും നമുക്ക് ആരോടും പൈസ ചോദിക്കാൻ ഒരു മടി. എല്ലായിടത്തും പോയിട്ട് ഒരു 50 ഉണ്ടോ 100 ഉണ്ടോ എന്ന് ചോദിക്കാൻ എനിക്കൊരു മനസ്സ് വന്നില്ല. കടം മേടിക്കുന്നതും കടം കൊടുക്കുന്നതും പരിപാടി ഞാൻ നിർത്തിയതാണ്. കാരണം ബന്ധങ്ങൾ പോകും. എന്തെങ്കിലും ഒരു ആളുണ്ടെങ്കിൽ ആ ഒരു പരിപാടിക്ക് നിൽക്കാതിരിക്കാൻ നല്ലത്. അന്ന് ആ വീട്ടിൽ വന്നിട്ട്, അന്ന് എൻ്റെ അമ്മ ഒമാനിലാണ്. അപ്പൊ അമ്മയ്ക്ക് അമ്മയ്ക്ക് അവിടെ പെട്ടൊരവസ്ഥയായി. കാരണം അമ്മയുടെ പാസ്പോർട്ടൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ട് ആ കാലമ്പാണ്, അമ്മയെ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ടവരായിപ്പോയി ആ വീട്ടില്. ഞാൻ വരാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞ് പൈസ ഇല്ലാതായി. അവസാനം ഗതി കെട്ടിട്ട് അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് ഒരു 4 ദിവസം ഗ്യാപ്പ് ഒന്നും കഴിച്ചിട്ടില്ല. കാരണം കഴിക്കാനൊന്നുമില്ല. അപ്പോൾ വെളിയിറങ്ങി പോയിട്ട് കടയിൽ കടം ചോദിക്കാനോ ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. ആ ഒരു 4 ദിവസം ഗ്യാപ്പിന് മുമ്പ് വരെ അവളോട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് എനിക്ക് അവളെ വിളിക്കാനുള്ളൂ. അപ്പോൾ ആ ഒരു ബോണ്ടിങ് എനിക്ക് അവളോട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അത് തന്നോട്ട് ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ആഹാരം കുടിക്കുന്ന പട്ടി നമ്മളെ നോക്കി കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ആരും ആഹാരം കൊടുക്കുന്നുണ്ട്.
മനസ്സിലായോ? ഇതുവരെ കിട്ടാത്തൊരു ലൈഫ് സത്യം പറഞ്ഞ പഞ്ചായത്ത് പോലും എൻ്റെ കാണാതെ ഒരു പെണ്ണാണ്. എൻ്റെ കൂടെ കൂടി ഞാൻ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു. ഇപ്പം കുറച്ചൊന്നും പറഞ്ഞില്ലേ ഫ്രീഡം എന്ന സാധനങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല. ഫൈറ്റിംഗ് ആണ് അത് കിട്ടാൻ. പക്ഷെ എൻ്റെ അടുത്ത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും രസമായിരുന്നു. ഒരു തവണ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇവിടെ എന്നെ എടുത്തിട്ട് അടിച്ചടിച്ച് ഇവിടെ കള്ളിൽ കീറി ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ആള് ചുമ്മാ വൈലൻ്റ് ആവും. സംശയരോഗമാണ്. നിങ്ങളെ ദ്രോഹിച്ചോ? പിന്നെ വിജയനെ ദ്രോഹിച്ചു. അടി അടിച്ചെന്ന് അറിയോ? കൈയൊക്കെ ഇവിടെ കള്ളിൽ കീറിയിട്ടുണ്ട്. സഖി ഇട്ടിട്ട് ഞാൻ തിരിച്ചടിക്കുന്ന. സഖി ഇട്ട് വെച്ചാൽ എക്സ്ട്രീം ആയിട്ട് ഞാൻ തിരിച്ചടിക്കുന്നത്. പിന്നെ അവളുടെ വീട്ടിൽ പോയിട്ട് എന്നെ കുറിച്ച് മോശമെന്ന് പറയുക, പലരും കുറിച്ച് പലതാന്ന് പറയുക. ഒരു വല്ലാത്തൊരു ക്യാരക്ടർ. ഒട്ടും പറ്റിയില്ല. കുറെ ട്രോമാസ് ഇപ്പൊ തന്നെ ഉണ്ട് ഉള്ളിൽ. വിജയ് പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഇങ്ങനെ ഒരു പെണ്ണ് നിന്റെ ലൈഫിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്ന് ഞാൻ പറയത്തില്ല. എന്തിനാ ഇങ്ങനെയുള്ള ഒരു ഇത് നമ്മുടെ ലൈഫിൽ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. വോട്ട് പുല്ല്. പക്ഷെ പോയത് സ്വന്തം കൂട്ടുകാരനോടായപ്പോഴാണ് അത് മറ്റേടുത്ത പരിപാടി ആയിപ്പോയത്. അത്രയും ഒരു തൊട്ടി കൂട്ടുകാരനായിരുന്നു കൂടെ ഉണ്ടായിരുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു അല്ലേ? എന്തായാലും ഒരു പയ്യന്റെ വേസ്റ്റ് സിറ്റുവേഷനിൽ കൂടെ നിൽക്കാത്ത ഒരു പെണ്ണ് അതെല്ലാവരുടെ ലൈഫിലും അങ്ങനെയല്ല. അപ്പോൾ ഒരു പെണ്ണൊക്കെ ഉണ്ടാവും. എന്നാൽ വേസ്റ്റ് സിറ്റുവേഷനിൽ മാത്രം കൂടെ നിൽക്കുന്ന പെൺപിള്ളേരും കാണും. ഓക്കെ, ഒരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ വേശ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് നിൽക്കുന്നത് അത് വേറൊരു ക്വാളിറ്റിയാണ്. അത് എത്ര പെൺപിള്ളേർക്ക് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫായിട്ട് നമുക്ക് കണക്റ്റ് ആവാറുണ്ട് എല്ലാവർക്കും. ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടാകും. എല്ലാ പെണ്ണുങ്ങളും മോശമാണ്, എല്ലാ ആണുങ്ങളും മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ആര് മോശം? അവർ മോശം. അതേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, തന്നെയായിരുന്നല്ലോ വെറ്റിനറി കോളേജിലെ ടെർമിനേഷൻ ചെയ്യുന്നത്. ഈ ടെർമിനേഷൻ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയ നീറ്റാണ്. പഠനം കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ തോന്നിയാൽ എന്തായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചു? അതൊരു കാര്യമുണ്ട്. ഞാൻ ഈ ഒരു വർഷം അവളോട് പിരിഞ്ഞു നിന്നെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ ഒരു വർഷം പിരിഞ്ഞിരിക്കാനുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാതെ ഈ 4 ദിവസത്തോളം ഞാൻ ഈ സ്ട്രഗിൾ ചെയ്തിട്ട് അവസാനം ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നിട്ടാണ് എന്നെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹാങ് ചെയ്തു? അല്ല, ഞാൻ മരുന്ന് കഴിച്ചു. അവിടുന്ന് നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോയത്. അപ്പോൾ ഇന്ന് എൻ്റെ ഇൻസ്റ്റ ഒരു വീഡിയോ കിടപ്പുണ്ട്, പ്രസന്ന ചേച്ചി. ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലൊക്കെ ചെയ്തു. അപ്പോൾ ആ ചേച്ചിയുടെ മകള് ഇൻസ്റ്റാഗ്രാമിലൊരു കമൻറ്റ് ഇട്ടുണ്ട്, എൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആരും അറിയപ്പെടാതെ ഒരു സൈഡിൽ കിടന്ന ഒരാളെ പെട്ടെന്ന് അവരുടെ ആ ഒരു കൈൻഡ്നെസ് കൊണ്ടാണ് മനസ്സിലായില്ലേ. കാരണം എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാനായാലും തിരിച്ചു വരുന്നതായാലും എപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ പോയാലും എൻ്റെ അടുത്തൊന്ന് കാര്യം പറയും. പിന്നെ അവർ എൻ്റെ ബെഡിന് അടുത്ത് കിടന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ച് തരാനായാലും. അപ്പോൾ ആ ഒരു 2 ആഴ്ച ശരിക്കും ഞാൻ മനസ്സുകൊണ്ട് മനസ്സിലാക്കി മനുഷ്യൻ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ നിന്നാണ് പിന്നെ അവിടെ 2-3 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഹൈറ്റ് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാർ 100 രൂപ അന്ന് ഇറങ്ങാൻ നേരം വണ്ടിക്കൂലി ഇല്ലായാലും ആ 100 രൂപ കൊണ്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. പാരിപ്പള്ളി വീട്ടിൽ വന്നിട്ട് ഈ സമയത്തൊന്നും ഭാര്യ വന്നില്ലായിരുന്നോ? വന്നില്ല. അവള് തിരിഞ്ഞു പോലും നോക്കില്ല. എന്നോട് പിരിഞ്ഞു നിൽക്കുന്ന. അതെ. അവള് പറഞ്ഞത് എനിക്ക് സംശയമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഭയങ്കര സംശയരോഗിയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതൽ സംശയം ഒക്കെ ആയിരുന്നു. രാത്രി 3:30 ആകുമ്പോൾ ഫോൺ എടുത്ത് നോക്കുക, ഉറങ്ങിക്കിടക്കുന്ന എന്നെ അടിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന എന്നെ അടിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ചെകുത്തത്ത് അടിച്ചിട്ട് ധാരാളം ഇതെന്ന് പറഞ്ഞ് എന്നെ ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര ടോർച്ചറിങ് എന്ന് വെച്ചാൽ ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല. ഈവൻ അവളുടെ അനിയത്തി ഉണ്ട്. ആ അനിയത്തി കൊച്ചിനോട് പോലും സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറട്ടെ, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ അനിയത്തി എൻ്റെ അനിയത്തി ഒരു ചിന്തയാണ്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെല്ലുന്ന കഴിഞ്ഞാൽ ഞാൻ ഒരു ഫാമിലി മാനാണ്. അപ്പോൾ നമുക്ക് കയ്യിൽ വിഷയം എനിക്ക് ആ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. നമ്മൾ അത്രയും കെയറായിട്ട് കൊണ്ടുവരുന്നൊരു വീടും സാഹചര്യം. അപ്പോൾ കൊച്ചിന് ഞാൻ എപ്പോൾ പോയാലും എന്തായാലും മേടിച്ചു കൊടുക്കും. കാരണം അച്ഛനില്ല, മനസ്സിലായില്ല. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ലാത്തൊരമ്മയാണ്. അപ്പോൾ അതിന് അത്രയും വേദന വരണ്ട. അപ്പോൾ അതെന്നെ അളിയാന്ന് വിളിക്കുക. അപ്പോൾ എനിക്ക് ആ കൊച്ചിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇത് ഈ മേടിച്ചു കൊടുക്കുന്നതും ആ കൊച്ചിന് എന്തെങ്കിലും പൈസ കൊടുക്കുന്നതും നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ അവളെയും പഠിപ്പിക്കാൻ നടക്കുവാണോ, നീ അവളെയും വെച്ചോണ്ടിരിക്കുവാണോ? ആലോചിക്കണം, എൻ്റെ അനിയത്തേക്കാൾ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് എന്നോട് സംസാരിച്ചത്. കൂടുതലൊന്നും പറയാനില്ല. അങ്ങനത്തെ മെന്റാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ വേറൊരു കേസ്, ഇതിപ്പോൾ വിജയുടെ സൈഡ് മാത്രമേ കേൾക്കുന്നുള്ളൂ, ആ പെൺകുട്ടിയുടെ സൈഡ് നമ്മൾ കേൾക്കുന്നില്ല. സൈഡ് കേട്ടാലും ഞാൻ പറഞ്ഞില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവന്റെ സുഹൃത്തിനോടൊപ്പം അവൾ പോയത്. അതിൽ പല വേറെ ചെറ്റത്തനം ജീവിതത്തിൽ വിജയ്ക്ക് തിരിച്ചടിയായിട്ട് കിട്ടാനില്ല. ഒരുപാട് ലൈഫുണ്ട്, നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ ഒരുപാട് ലൈഫുണ്ട്. ആൺകുട്ടികൾ സഫർ ചെയ്യുന്നുണ്ട്, പെൺകുട്ടികൾ സഫർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും ഇനിയുള്ള ജീവിതത്തിലെങ്കിലും കുറച്ച് സന്തോഷവും സമാധാനവും വിജയ്ക്ക് കിട്ടട്ടെ. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതിൻ്റെ മറു സൈഡ് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല.
ഒരു ആണുങ്ങൾക്കും ഒരു പെണ്ണുങ്ങൾക്കും ഇതുപോലത്തെ ലൈഫുകൾ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന നല്ല പയ്യന്മാർക്ക് നല്ല പെമ്പിള്ളാരെ കിട്ടുന്നത് കുറവാണ്, നല്ല പെമ്പിള്ളാർക്ക് നല്ല പയ്യന്മാരെയും കിട്ടുന്നത് കുറവാണ്. എന്നാൽ ഈ അൽക്കുലത്തുകളും ഏതെങ്കിലും ഒരു നല്ലതും ചേരും. ഇതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക കാര്യങ്ങളിൽ. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ്ലി പറയാം, സംശയരോഗം എന്ന് പറയുന്നത് ഒരിക്കൽ വന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ മാറാൻ കുറച്ച് പാടാണ്, കുറച്ചധികം പാടാണ്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ ഒന്ന് ഒതുങ്ങുന്നത് ബെറ്റർ ആയിരിക്കും. അതിനു മുന്നേ ചിലപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പും അതും ഇതുമൊക്കെ ചിലപ്പോൾ കാണും. ശരിയാണെന്നല്ല ഞാൻ ബാധിക്കുന്നത്, ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഇടയ്ക്ക് ഒരാൾ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ശരിയാണോ എന്നാണ് നീ പറയുന്നത്. ഒരിക്കലുമല്ല, അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഫാമിലിയിൽ ഒതുങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് അടയിരിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെയുള്ള അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കുക. അതിന് മുന്നേയൊക്കെ ചിലപ്പോൾ മനുഷ്യനല്ലേ പുള്ളേ, അത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്, ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്ന് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒതുങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം.